ഞാൻ ഈ ബണ്ണിൻ്റെ പാക്കറ്റുമായിട്ട് നിൽക്കുന്ന കണ്ടപ്പോഴേ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും ഞാൻ എന്ത് ഐറ്റം ആണെന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന്. ആദ്യം ഗൈസ് ആ ട്രെൻഡി ഡിഷ് ഞാനും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ. നമ്മുടെ സ്വന്തം മസ്ക ബണ്ണ്. ആദ്യം തന്നെ റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടർ എടുത്തു. എൻ്റെ ഇത് കുറച്ച് റെഫ്രിജറേറ്റഡ് ആയിരുന്നു, അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തത്. അതിലേക്ക് കണ്ടൻസ് മിൽക്ക് കൂടെ ചേർത്ത് നല്ലപോലെ ക്രീമി ടെക്സ്ചറിലൊന്ന് ഫ്ലഫി ആയിട്ട് എടുക്കുക. അതിനുശേഷം ഞാനിവിടെ ബർഗർ ബണ്ണാണ് കേട്ടോ എടുത്തത്, അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. ഓൾറെഡി ഇത് കട്ടായിട്ടാണ് കിട്ടിയത്. പിന്നെ അതിനുള്ളിൽ ഈ ഒരു ബട്ടറിൻ്റെയും കണ്ടൻസ് മിൽക്കിൻ്റെ ആ ഒരു ക്രീം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. സൈഡിൽ ഫുള്ള് ഇതുപോലെ, അതാണ് അതിൻ്റെ ഒരു പരുവം. പിന്നെ ഇവിടെ ഇറാനി ചായ ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല, നോർമൽ ഏലക്ക ചായ ഉണ്ടാക്കി. അപ്പോൾ ഏത് ചായ ആണെങ്കിലും സംഭവം പൊളിക്കുമെന്ന് എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടോ. അങ്ങനെ ചായ റെഡിയായി, ബണ്ണും റെഡിയാക്കി എടുത്തു. അപ്പം ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതിങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ ഒന്ന് മുറിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ ഒരു നല്ല ഭംഗിയാട്ടോ. അത് മാത്രമല്ല കഴിക്കാനും കിട്ടിയില്ലാൻ ടേസ്റ്റാണ് കേട്ടോ. സത്യം പറഞ്ഞത് കഴിക്കുമ്പോൾ നമ്മളങ്ങ് അതിലേക്ക് അലിഞ്ഞു പോകും. എല്ലാവരുടെയും ഫീഡ്ബാക്ക് കണ്ടതുകൊണ്ടാണ് ഞാനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിന് ഇറാനി ചായ ഒന്നും വേണ്ട, നോർമൽ ചായയുടെ കൂടെ അടിപൊളിയാട്ടോ. സ്വീറ്റ് ലവേഴ്സിന് ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഞാൻ കഴിച്ച് നോക്കി, അതുപോലെ തന്നെ മോനും കൊടുത്തു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനിങ്ങനെ പൊതുവേ മധുരം ഒന്നും കഴിക്കുന്ന ആളല്ല, പക്ഷേ ഇതവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ ടാറ്റാ.